morning and welcome to Bispo Learning. ഇന്ന് നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അതായത് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. നമ്മളിപ്പോൾ ഒന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ ഒരു കുറച്ച് ലെങ്തി ചാപ്റ്ററാണ്. നമുക്കറിയാം നമ്മൾ പാർട്ട് 1 തൊട്ടിട്ട് ഇപ്പോൾ ലാസ്റ്റ് പാർട്ടാണ്, പാർട്ട് 7 ആണ് നമ്മുടെ ലാസ്റ്റ് പാർട്ട് വരുന്നത് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ. നമ്മൾ ഇനീഷ്യലി നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുവാണെങ്കിൽ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആയിരുന്നു. ദെൻ കംസ് നമ്മുടെ ഡിമാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വന്നു. ഡിമാൻഡ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ക്രോസ് ചെയ്തു അല്ലേ. നമ്മൾ എന്താ പറയുക, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് പറഞ്ഞു, പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞു, ആൻഡ് ലാസ്റ്റിൽ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണ്, അതിൻ്റെ 5 ഡിഗ്രീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് പറഞ്ഞ് നിർത്തിയേക്കുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എങ്ങനെ മെഷർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എപ്പോഴും ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനായിട്ട് പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ എപ്പോഴും എന്താണ് ഒരു മെഷർമെൻറ്റ് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അപ്പോൾ ഈ എങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെഷർമെൻറ്റ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം മെയിൻലി നമുക്ക് 4 മെത്തേഡ് അല്ലെങ്കിൽ മെയിനായിട്ട് 3 മെത്തേഡിൽ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. വൺ ഈസ് പ്രപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്, അനദർ വൺ ഈസ് എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ്, പിന്നെ ജോമെട്രിക് മെത്തേഡ്. മറ്റേത് ഒരു ലീനിയർ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷനിലെ മെഷർമെൻറ്റുമാണ് കാണിക്കുന്നത്. അപ്പോൾ മെയിൻ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 3 മെഷർമെൻറ്റ് എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ഓർ പെർസെൻറ്റേജ്, എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ് ആൻഡ് ജോമെട്രിക് മെത്തേഡ്. ഇത് മൂന്നുമാണ് നമ്മളിപ്പോൾ ഒരു എസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ വാട്ട് ആർ ദ മെഷർമെൻറ്റ്സ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് 3 മെഷർമെൻറ്റ് ടെക്നിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടെക്നിക്സും എന്താണ്, എങ്ങനെയാണ്, എന്ത് ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് പ്രപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്. ഈ മെത്തേഡ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി സ്റ്റാർട്ട് ചെയ്തപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതാണ് പ്രപ്പോർഷണൽ അല്ലെങ്കിൽ പെർസെൻറ്റേജ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അതായത് പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു റേഷ്യോ കാണുവാണ്. അതായത് ചേഞ്ച് ഇൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി കമോഡിറ്റി. രണ്ടിലും, അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര തോതിൽ ചേഞ്ച് സംഭവിച്ചു, അതേപോലെ തന്നെ പ്രൈസിലും എന്ത് തോതിൽ ചേഞ്ച് സംഭവിച്ചു, അത് രണ്ടും നമ്മൾ ആ ഒരു റേഷ്യോ നമ്മൾ കാണുന്നതിനാണ് പ്രപ്പോർഷണൽ അല്ലെങ്കിൽ പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷൻ ആയിട്ട് അണ്ടർ ദിസ് മെത്തേഡ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് മെഷർഡ് ബൈ ദ ratio between proportionate or percentage change in quantity demand and proportionate change in price. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100. അതായത് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച്, എത്രത്തോളമാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു, ലൈക്ക് സിഫോ ഒരു 10-ൽ നിന്ന് 15 ആയിട്ട് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തേക്കുന്നതാണ്. ഒരു പ്രൈസ് ഡിക്രീസ് വന്നപ്പോഴേക്കും അല്ലെങ്കിൽ ഒരു പ്രൈസ് ഫോൾ വന്നപ്പോഴേക്കും മേ ബി ഒരു 10 റുപ്പീസിൽ നിന്ന് 8 റുപ്പീസിലോട്ട് ഒരു പ്രൈസ് ഫോൾ വന്നതിൻ്റെ കറസ്പോണ്ടിങ് റിയാക്ഷൻ ആയിട്ട് എന്ത് സംഭവിക്കണോ, നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. 10 to 15 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, 10 ആണ്. 10-ൽ നിന്ന് 15-ലോട്ട് ഇൻക്രീസ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് വന്നേക്കുന്നത് എന്താണ്, 5 ആണ് ചേഞ്ച് വന്നേക്കുന്നത്. ചേഞ്ച് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 5 ആണ്. ഡെൽറ്റ ക്യൂ വരുന്നത് 5 ആണ്. അതേപോലെ പ്രൈസിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, പ്രൈസ് ഈസ് ചേഞ്ചിങ് ഫ്രം 10 to 8. അതായത് ഇനീഷ്യലി 10 ഉണ്ടായിരുന്ന പ്രൈസ് നൗ ഇറ്റ് ഈസ് ചേഞ്ചിങ് ടു 8. അപ്പോൾ ഇവിടെ ചേഞ്ച് വരുന്നത് എന്താണ്, 2 ആണ്. ഡെൽറ്റ പി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അത് പിന്നെ ഇനീഷ്യൽ പ്രൈസും ഇനീഷ്യൽ ക്വാണ്ടിറ്റിയുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിസ്റ്റേക്ക് വരുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ക്വാണ്ടിറ്റിയും പ്രൈസും കൺസിഡർ ചെയ്യുന്നതിന് പകരം ചേഞ്ച്ഡ് ക്വാണ്ടിറ്റിയും പ്രൈസും കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ക്യൂ ആൻഡ് പി ഈ ഒരു ഇക്വേഷനിൽ ക്യൂ ആൻഡ് പി എന്ന് പറയുന്നത് ചേഞ്ച് വരുന്നതിന് മുമ്പുള്ള പ്രൈസും ക്വാണ്ടിറ്റിയുമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, but it can be measured as
Percentage change in demand for good divided by percentage change in price of the good. Equation വന്നിട്ട് ED equal to delta Q by delta P into P by Q. ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ചിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ പെർസെൻറ്റേജ് മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, സോ നെക്സ്റ്റ് മെത്തേഡ് ആണ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഔട്ട്ലേ മെത്തേഡ് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് മാർഷലാണ്. നമ്മുടെ ആൽഫ്രഡ് മാർഷൽ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു മെത്തേഡാണ് ഈ എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് അണ്ടർ ദിസ് മെത്തേഡ് എലാസ്റ്റിസിറ്റി എസ്റ്റിമേറ്റ് ചെയ്യണത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചറിലെ ചേഞ്ചസ് മെഷർ ചെയ്തിട്ടാണ്, എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ്. അതായത് പ്രൈസിൽ ചേഞ്ച് വരുന്നതിന്റെ റിസൾട്ട് ആയിട്ട് പ്രൈസിലും അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിലും വരുന്ന ചേഞ്ചിന്റെ റിസൾട്ട് ആയിട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എങ്ങനെ ചേഞ്ച് ആവുന്നു. ഓക്കെ, 3 കാര്യങ്ങളാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദി കമ്മോഡിറ്റി, അതേപോലെ തന്നെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഈ 3 കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ എലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 3 സിറ്റുവേഷൻ ആണ് പറയുന്നത്. നമുക്ക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. നമുക്കിവിടെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രൈസ്, ഫസ്റ്റ് കോളത്തിൽ പ്രൈസ് ആണ് കൊടുത്തേക്കുന്നത്. പ്രൈസ് നമുക്ക് അറിയാവുന്നതുപോലെ ഇറ്റ് ഈസ് ഫോളിംഗ് പ്രൈസ്, അതായത് ഇറ്റ് ഈസ് ഡിക്രീസിങ് ഫ്രം 6, 5 ആവും, 4 ആവും, 3 ആവും, 2 ആവും, 1 അങ്ങനെ പ്രൈസ് ഈസ് ഫോളിംഗ്. അതിന്റെ കറസ്പോണ്ടന്റ് ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻ യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് അറ്റ് 0.6 അല്ലെങ്കിൽ അറ്റ് ₹6 എന്താണ് 10 യൂണിറ്റ്സ് ഈസ് ഡിമാൻഡഡ്. വെൻ പ്രൈസ് ഈസ് ഡിക്രീസ് ടു 5 എന്താണ് ഓട്ടോമാറ്റിക്കലി പ്രൈസ് കുറയുമ്പോഴേക്കും മോർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്. അതായത് 10ൽ നിന്ന് 20 ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. 4 rupees ആകുമ്പോഴേക്കും again quantity is increasing to 30. When price is falling to 3, quantity is increasing to 40. When price is falling to 2, quantity is increasing to 50 and so on till എന്താണ് 1 വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുന്നതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രൈസും ക്വാണ്ടിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് P into Q ആണ് നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് എന്താണ് 60 കിട്ടും. സെക്കൻഡ് കേസിൽ 20 into 5 100, 30 into 4 120 അങ്ങനെ സോ ഓൺ നമുക്ക് കറസ്പോണ്ടിങ് പ്രൈസും ക്വാണ്ടിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ടോട്ടൽ ഔട്ട്ലേ കിട്ടും. നൗ വി ആർ ലുക്കിംഗ് ഇൻ ടു ദി ടോട്ടൽ ഔട്ട്ലേയും പ്രൈസ് ചേഞ്ചിനെ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, ടോട്ടൽ ഔട്ട്ലേ ആൻഡ് പ്രൈസ് ചേഞ്ചസ്, ഇത് ടോട്ടൽ എക്സ്പെൻഡിച്ചറും പ്രൈസും. അപ്പോൾ ഇനീഷ്യലി എന്താണ് പ്രൈസ് ചേഞ്ച് ചെയ്യണതിനനുസരിച്ച് പ്രൈസ് ചേഞ്ച് ഇനീഷ്യലി എന്താ സംഭവിച്ചത്? 6ൽ നിന്ന് 5ലോട്ട് പ്രൈസ് ഫോൾ ചെയ്തു. പ്രൈസ് ഫോൾ ചെയ്തു, ബട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ നോക്കിയേ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഫോളിംഗ് ആണോ ഇവിടെ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇസ് ഇൻക്രീസിങ്. 60 ആയിരുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ പ്രൈസ് ഫോൾ ചെയ്തപ്പോഴും എന്താണ് കുറയണതിന് പകരം ഇൻക്രീസ് ആണ് ചെയ്തത്. 60 to 100 ആവുകയാണ് ചെയ്തത്. സോ വെൻ പ്രൈസ് ഫോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ടോട്ടൽ എക്സ്പെൻഡിച്ചറും പ്രൈസ് ചേഞ്ചും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? ഒന്ന് ഫോളോ ചെയ്തപ്പോഴേക്കും മറ്റേത് റൈസ് ചെയ്തു. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ മൂവ് ചെയ്തേക്കുന്നത്. ആൻഡ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഡിമാൻഡ് ഇസ് ഇലാസ്റ്റിക് എന്നുള്ള ഒരു നേച്ചറാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസിങ് ആണ്. ഇൻസ്പൈറ്റ് ഓഫ് എന്താണ് fall in പ്രൈസ് ആണെങ്കിൽ അവിടെ എന്താണ് ഇലാസ്റ്റിക് ആണ്, മോർ റെസ്പോൺസീവ് ആണ് എന്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ED is greater than 1. നെക്സ്റ്റ് കേസിൽ എന്താണ്? നെക്സ്റ്റ് താഴത്തെ 2 കേസസ് നോക്കാം. ഇവിടെയും എന്താണ് പ്രൈസ് ഫോൾ ചെയ്യാണ്. 2 to 1 ആയിട്ട് പ്രൈസ് ഫോൾ ചെയ്യാണ്. കറസ്പോണ്ടിങ് ആയിട്ട് വാട്ട് ഹാപ്പൻസ് ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ഓൾസോ ഫോളിങ്. ഇറ്റ് ഈസ് ഓൾസോ ഫോളിങ് ഫ്രം 100 to 60 ആയിട്ട് കുറയാണ്. അപ്പോൾ പ്രൈസും കുറയാണ്, ടോട്ടൽ എക്സ്പെൻഡിച്ചറും കുറയാണ്. സോ ബോത്ത് മൂവ്സ് ഇൻ ദി സെയിം ഡയറക്ഷൻ. അപ്പം അങ്ങനെ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴേക്ക് ഇറ്റ് മീൻസ് ദാറ്റ് എന്താ ക്വാണ്ടിറ്റി ഡിമാൻഡ് അത്ര റെസ്പോൺസീവ് അല്ല. ഇറ്റ് ഈസ് നോട്ട് റെസ്പോൺസീവ് ലൈക്ക് പ്രീവിയസ് വൺ. സോ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡിൽ എലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്നും കൂടി വായിച്ചു നോക്കാം.
ഫസ്റ്റ് എൻ്റെ യൂണിറ്റി കേസ് ആണ് ഇപ്പോൾ പറയുന്നത്. If the price changes, the total expenditure remains constant, unit elasticity exists. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്താലും എന്താണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ യൂണിറ്റി എലാസ്റ്റിസിറ്റി ആണ്. ഇപ്പൊ 4ഉം 3ഉം നോക്കുക. 4ഉം 3ലും എന്താണ് പ്രൈസ് ചേഞ്ച് ചെയ്തു, പ്രൈസ് ഈസ് റെഡ്യൂസിങ് അല്ലെങ്കിൽ പ്രൈസ് ഈസ് ഫാളിങ് ഫ്രം 4 to 3. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദിസ് ഫോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന് എന്ത് പറ്റുന്നു? ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമെയിൻസ് സെയിം 120 അല്ലെങ്കിൽ 120 അല്ലെങ്കിൽ അതായത് കോൺസ്റ്റന്റ് എന്നുള്ളൊരു ബേസിൽ തന്നെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നിൽക്കുവാണ് അല്ലേ? In spite of fall in price, total expenditure remains constant അല്ലെങ്കിൽ സെയിം. സോ അവിടെ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതായത് യൂണിറ്റ് ഇലാസ്റ്റിക് ആണ്, റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നല്ല, ആ ഒരു ഫോളിന് എന്താ പറയുക അധികം റെസ്പോൺസീവ് അല്ല, അധികം എന്നല്ല, ഇറ്റ് ഈസ് റിമൈനിങ് ടു ബി കോൺസ്റ്റന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ ഡി ഈക്വൽ ടു 1 യൂണിറ്ററി ഇലാസ്റ്റിക് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആവാം, പ്രൈസ് ഇൻക്രീസ് ആവാം, ഇപ്പോൾ 3ൽ നിന്ന് 4ലോട്ട് ഇൻക്രീസ് ചെയ്യുന്ന നേച്ചർ ആവാം, പക്ഷെ എന്നാലും എന്താണ് ടോട്ടൽ ഔട്ട്ലേ നോക്കുക, എക്സ്പെൻഡിച്ചർ നോക്കുക, അത് രണ്ട് കേസിലും കോൺസ്റ്റന്റ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ രണ്ടെണ്ണമായിട്ടാണ് എടുത്തത്, അതല്ലാണ്ട് വലിയ ടേബിളിൽ നമുക്ക് 3ഓ 5ഓ വേരിയബിൾസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഒരു സർട്ടൻ സ്പേസിൽ നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ, ഇൻ സ്പൈറ്റ് ഓഫ് പ്രൈസ് ചേഞ്ചസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് സേറ്റസ് ഇ ഡി ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇ ഡി ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇതേപോലെ തന്നെ ഇഫ് ദ പ്രൈസ് ചേഞ്ചസ് ബട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക്. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ആൻഡ് അതിനോടൊപ്പം ടോട്ടൽ എക്സ്പെൻഡിച്ചറിന് എന്താ സംഭവിക്കുന്നത്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മുടെ ഫസ്റ്റ് കേസ്, അതായത് പ്രൈസ് ഈസ് ഫാളിങ് ബട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഫോളോ ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് റൈസിങ് ആണ് അല്ലേ? പ്രൈസ് ഈസ് ഫാളിങ് ബട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് റൈസിങ്. അപ്പോൾ ഇത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റും ആവാം, അതായത് പ്രൈസ് ഈസ് റൈസിങ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഫാളിങ് ആവാം. അപ്പൊ ഇങ്ങനത്തെ രണ്ട് കേസസിലും എന്താണ് പ്രൈസ് ചേഞ്ചസ് ഉണ്ട്, പക്ഷെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് പ്രൈസ് മൂവ് ചെയ്യുന്നതിന് പകരമായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഇലാസ്റ്റിക് നേച്ചർ ആണ് കാണാൻ സാധിക്കുന്നത്. സോ ഇ ഡി വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ആൻഡ് തേർഡ് കേസ് എന്ന് പറയുന്നത് പ്രൈസ് ചേഞ്ചിന് കറസ്പോണ്ടന്റ് ആയിട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചറും ആ സെയിം ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ പ്രൈസ് ചേഞ്ച് താഴോട്ടാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറും താഴോട്ട്, പ്രൈസ് ചേഞ്ച് മുകളിലോട്ടാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറും മുകളിലോട്ട്. അങ്ങനെ വരുമ്പോഴേക്കും എന്താണ് സെയിം ഡയറക്ഷനിൽ തന്നെയാണ് രണ്ടും മൂവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് റെപ്രസെന്റ് ഇ ഡി ഈസ് ലെസ് ദാൻ 1, അതായത് ഇൻഇലാസ്റ്റിക് നേച്ചർ ആണ് കാണിക്കുന്നത്. അപ്പൊ ഇതിലും എന്താണ് ഈ ഒരു ഔട്ട്ലേ മെത്തേഡിൽ നമുക്ക് എക്സാക്ട് വാല്യൂ കിട്ടത്തില്ല. എക്സാക്ട് വാല്യൂ കിട്ടുന്നത് നമുക്ക് പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ പെർസെൻറ്റേജ് മെത്തേഡിലാണ് നമുക്ക് എക്സാക്ട് വാല്യൂ ഫോർ എലാസ്റ്റിസിറ്റി കിട്ടുന്നത്. ഇതിനകത്ത് എന്ത് നേച്ചറിലാണെന്നാണ് പറയാൻ പറ്റുന്നത്, ആ ഒരു എലാസ്റ്റിസിറ്റി ഏത് നേച്ചറാണ്, ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ യൂണിറ്റ് ഇലാസ്റ്റിക് ആണോ, ആ ഒരു നേച്ചറാണ് നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് സെക്കൻഡ് എക്സ്പെൻഡിച്ചർ ഔട്ട്ലേ മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് നൗ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് ജോമെട്രിക് മെത്തേഡ്. ഓക്കെ, ഈ ഒരു മെത്തേഡും നമ്മൾ എന്താണ് ജോമെട്രിക്കലി ഡിറൈവ് ചെയ്യാണ്. എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. നമ്മൾ ആ ഒരു എൻറ്റയർ ഡിമാൻഡ് കർവ് നമ്മൾ ഇന്ന് ജോമെട്രിക്കലി വരച്ചിട്ട് അതിനെ അപ്പർ സെഗ്മെന്റ് ആൻഡ് ലോവർ സെഗ്മെന്റ് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുകയാണ്. ആൻഡ് അതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജോമെട്രിക്കലി എന്താണ് എലാസ്റ്റിസിറ്റി ഡിറൈവ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ഫിഗർ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഈ ഒരു ഫിഗർ ആണ് ഡിഫറെന്റ് എലാസ്റ്റിസിറ്റീസ് അറ്റ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ഡിമാൻഡ് കർവിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എ ഇ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. അപ്പൊ എ ഇയിലെ ഓരോ പോർഷൻസുമാണ് നമുക്ക് ആ ഒരു 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലാസ്റ്റിസിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ പോയിന്റ് സി എന്ന് പറയുന്നത് നോക്കാം. പോയിന്റ് സി എന്ന് പറയുന്നത് എക്സാക്ട് സെന്റർ ഓഫ് ദി ഡിമാൻഡ് കർവ് ആണ്. അപ്പൊ നമ്മൾ ഈ പോർഷൻ അപ്പർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ ലോവർ സെഗ്മെന്റ് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കും, നമുക്ക് ഈക്വൽ ടു 1 ആയിരിക്കും. രണ്ടും ഈക്വൽ ആണ്. ടുവേർഡ്സ് അപ്പർ ആൻഡ് ടുവേർഡ്സ് ഡൗൺവേർഡ് എന്താണ് രണ്ട് സെഗ്മെന്റും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ വന്നിട്ട് ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈക്വൽ ടു 1 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി ഓരോ പോയിന്റ് വൈസ് നോക്കാം. പോയിന്റ് എ എടുക്കാം. പോയിന്റ് എ എന്ന് പറയുന്നത് എന്താണ്, ഒരു വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ
y ആക്സിസിലുള്ള ഒരു ഇന്റർസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ y ആക്സിസിൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് കർവ് ആണ് വരച്ചേക്കുന്നത്? നമ്മുടെ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നോക്കുകയാണെങ്കിൽ വെൻ പ്രൈസ് ചേഞ്ച് കുറവാകുമ്പോഴേക്കും എന്താ പറയുക, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻഫിനിറ്റ് ആവുന്ന സിറ്റുവേഷനിലാണ് നമ്മുടെ y ആക്സിസ് ടച്ച് ചെയ്തിട്ടുള്ള ഡിമാൻഡ് കർവ് നമ്മൾ വരയ്ക്കുന്നത്. അതായത് ദ ഡിമാൻഡ് കർവ് വിൽ ബി ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എന്താണ് x ആക്സിസ്. അപ്പോൾ ഈ y ആക്സിസിനെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് എ എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റി ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. എലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് ഈ പോയിന്റ് ഡിവൈഡഡ് ബൈ ഈ ഒരു പോയിന്റ്, അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മുടെ ജോമെട്രിക് ഇക്വേഷൻ വൈസ് വെച്ചിട്ട് എന്താണ്, ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ലോവർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയും ലോങ് ആയിട്ട് കിടക്കുന്ന സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് നമുക്ക് ഒന്നുമില്ല. അപ്പർ സെഗ്മെന്റ് വിൽ ബി 0. ഓക്കെ, അപ്പൊ അങ്ങനെ 0 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും വിൽ ബി ഗെറ്റിംഗ് ഇൻഫിനിറ്റി. ദെൻ സെക്കൻഡ് കേസ്, സെക്കൻഡ് എന്ന് പറയുന്നത് പോയിന്റ് ബി ആണ്. പോയിന്റ് ബിയിൽ എന്താണ്, പോയിന്റ് ബിയിലും ലോവർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഫ്രം ബി ടു ഇ ആണ്, ബി ടു ഇ. അപ്പോൾ ബി ഇ ഡിവൈഡഡ് ബൈ എ ബി ആണ് വരുന്നത്. ആൻഡ് ബി ഇ എന്ന് പറയുന്നത് കൂടുതലും എ ബി എന്ന് പറയുന്നത് കുറവാണ്, സ്മോളർ പോർഷനുമാണ്. അപ്പോൾ ബിഗർ പോർഷൻ ഡിവൈഡഡ് ബൈ സ്മോളർ പോർഷൻ വരുമ്പോഴേക്കും ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോഴേക്കും എന്താണ്, മോർ ഇലാസ്റ്റിക് എന്നാണ്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക് നേച്ചർ ആണ് ഈ ബി പോയിന്റിൽ കാണിക്കുന്നത്. സി പോയിന്റിൽ എസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, യൂണിറ്ററി ഇലാസ്റ്റിക് ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് എക്സാക്ട് ഇൻ ദ മിഡിൽ ഓഫ് ദ ഡിമാൻഡ് കർവ് ആണ് പോയിന്റ് സി. അതായത് ലോവർ പോർഷൻ വിൽ ബി ഈക്വൽ ടു അപ്പർ പോർഷൻ. സോ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും വിൽ ബി ഗെറ്റിംഗ് ഈക്വൽ ടു 1. നെക്സ്റ്റ് പോയിന്റ് ഡി എന്ന് പറയുന്നത് എന്താണ്, ലോവർ പോർഷൻ. ലോവർ പോർഷൻ എന്ന് പറയുന്നത് ഡി ഇ ഡിവൈഡഡ് ബൈ എ ഡി. അപ്പോൾ ലോവർ പോർഷൻ കുറവും അപ്പർ പോർഷൻ കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ദ വാല്യൂ വിൽ ബി എന്താണ്, ഇ ഡി വാല്യൂ വിൽ ബി ലെസ് ദാൻ 1 ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് എന്താണ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ടുവേർഡ്സ് ഡി നമുക്ക് കിട്ടുന്നത്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് എക്സ് ആക്സിസിന്റെ ഇന്റർസെപ്റ്റ് വരുമ്പോഴേക്കും എന്താണ്, ഇ ഡി ഈക്വൽ ടു 0. അതായത് നമ്മുടെ വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു y ആക്സിസ് ആണ് നമുക്ക് ഇ ഡി ഈക്വൽ ടു 0 പറയുന്നത്. ഇത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു നേച്ചർ. അതായത് ലോവർ സെഗ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്, 0 ഡിവൈഡഡ് ബൈ ദ എൻറ്റയർ എ ഇ. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് 0 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. സോ ഇ ഡി ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനെയാണ് ജോമെട്രിക്കൽ വൈസ് നമ്മൾ എലാസ്റ്റിസിറ്റി ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഇതിൽ വെച്ചത് അപ്പർ സെഗ്മെന്റ് ലോവർ സെഗ്മെന്റ് തന്നെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ മെയിൻലി എന്താണ് ഇത്, നമുക്ക് എന്താ പറയുക, ഒരു ഷോർട്ടേജ് എന്നുള്ള രീതിയിൽ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വരച്ചു വെച്ചാലും മതി. അപ്പോൾ വരയ്ക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് ഈ ആദ്യത്തെ 3 കാര്യങ്ങൾ ഓർത്തി വെക്കുക. അതായത് എക്സ് ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇ ഡി ഈക്വൽ ടു 0 ആണ്. നമ്മുടെ വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ ഓർക്കുക, അവിടെ ഇ ഡി ഈക്വൽ ടു 0 ആണ്. വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുമ്പോഴേക്കും അവിടെ വാല്യൂ വരുന്നത് 0 ആയിരിക്കും. ആൻഡ് വൈ ആക്സിസിനെ ടച്ച് ചെയ്യുമ്പോഴേക്കും അവിടെ ഡിമാൻഡ് കർവിന്റെ വാല്യൂ വരുന്നത് ഇൻഫിനിറ്റി ആണ്. വെൻ വി ഡ്രോ എ ഡിമാൻഡ് കർവ് ടച്ചിങ് വൈ ആക്സിസ്, വൈ ആക്സിസിനെ ടച്ച് ചെയ്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുമ്പോഴേക്കും ഡിമാൻഡ് കർവ് നമുക്ക് ഇൻഫിനിറ്റിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇ ഡി ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ആൻഡ് എക്സാക്ട് അറ്റ് ദ സെന്റർ എന്താണ്, സി ആണ്. അതായത് എക്സാക്ട് ഇൻ ദ മിഡിൽ ഓഫ് ദ ഡിമാൻഡ് കർവ് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്, അതായത് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പൊ ഇൻഫിനിറ്റിയുടെയും 1ന്റെയും ബിറ്റ്വീൻ എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ. അതായത് 1നേക്കാൾ കൂടുതലും ഇൻഫിനിറ്റിനേക്കാൾ കുറവ്. അതായത് ഗ്രേറ്റർ ദാൻ 1ൽ നിന്ന് ഗ്രേറ്റർ ദാൻ 1ലോട്ട് പോയി അറ്റ് ലാസ്റ്റ് ആണ് ഇൻഫിനിറ്റിലോട്ട് എത്തുന്നത്. സോ ഇൻ ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് 1 ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതേപോലെ താഴത്തോട്ട് നോക്കുവാണെങ്കിൽ, അതായത് ഈക്വൽ ടു 1ന്റെയും 0യുടെയും ഇടയിൽ എന്താണ്, അത് 1ൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് 0ലോട്ട് എത്തിച്ചേരുന്നത്. സോ ഇ ഡി വിൽ ബി ലെസ് ദാൻ 1. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് റിക്കളക്ട് ചെയ്യാൻ പറ്റും ആ ഒരു നേച്ചർ എങ്ങനെയാണ്, മോർ ഇലാസ്റ്റിക് ആണോ ലെസ് ഇലാസ്റ്റിക് ആണോ എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇനീഷ്യലി എന്താണ്, ഇനീഷ്യലി ആ കർവ് ഫ്ലാറ്റർ ആയിരിക്കും, അതാണ് ഗ്രേറ്റർ ദാൻ 1 വരുന്നത്. താഴത്തോട്ട് വരുമ്പോഴേക്കും എന്താണ്,
സ്റ്റീപ്നെസ് കൂടി വരിക ചെയ്യുന്നത് താഴത്തോട്ട്. അപ്പോൾ ഇ ഡി ലെസ് ദാൻ 1 എന്ന് പറയുമ്പോഴേക്കും സ്റ്റീപ്നെസ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ആ 5 ഡിഗ്രീസും പെട്ടെന്ന് റീകളക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ജോമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. നൗ ഇത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ഇതാണ് മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലാം ലീനിയർ ഡിമാൻഡ് കർവ് ഓർ ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ, നമ്മൾ ലീനിയർ ഡിമാൻഡ് കർവ് എന്താന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ട് എലാസ്റ്റിസിറ്റി മെഷർ ചെയ്യണത് എങ്ങനെയാണെന്നാണ്, ലീനിയർ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് എലാസ്റ്റിസിറ്റി മെഷർ ചെയ്യണേന്നുള്ളത്. ലീനിയർ ഇക്വേഷൻ എന്തായിരുന്നു? Q ഈക്വൽ ടു എ മൈനസ് ബി പി എന്നുള്ളതാണ് ലീനിയർ ഇക്വേഷൻ അല്ലേ. ഫ്രം ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ Q ഈക്വൽ ടു എ മൈനസ് ബി പി നമുക്ക് ലീനിയർ ഡിമാൻഡ് കർവ് വരയ്ക്കാനായിട്ടും അതേപോലെ തന്നെ എലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും എളുപ്പമാണ്. അതായത് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇ ഡി എന്ന് പറയുന്നത് മൈനസ് ബി പി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പി ആണ്. മൈനസ് ബി പി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ബി എന്തായിരുന്നു? സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ആണ്, അതായത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി. അപ്പൊ ഇങ്ങനെയാണ്, അതായത് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ലീനിയർ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷനിൽ എലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത്. മൈനസ് ബി പി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പി. ഇത് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല, കൂടുതലും നമ്മുടെ എലാസ്റ്റിസിറ്റി റിലേറ്റഡ് ആയിട്ടാണ് ഈ ആദ്യത്തെ ആ 3 മെത്തേഡ്സും. അതേപോലെ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ പ്രൊപ്പോർഷണൽ മെത്തേഡ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് മെത്തേഡാണ് കമ്പാരിറ്റീവ്ലി കൂടുതലും ചോദിച്ച് കണ്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ടാണ്. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലീനിയർ മെത്തേഡ് അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻ ബേസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇ ഡി ഈക്വൽ ടു മൈനസ് ബി പി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പി എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇലാസ്റ്റിസിറ്റി, അതായത് the elasticity of demand on different points on a linear demand curve is different, varying from 0 to infinity. 0 to infinity ആയിട്ട് എന്താ പറയുക, വേരി ചെയ്യും elasticity. But in some situations എന്താണ്, demand curve can be such that elasticity of demand remains constant throughout. ബാക്കി ഇപ്പം നമ്മളിപ്പോൾ ഫ്ലാറ്റർ ആയിട്ടുള്ള കർവ് ആണ് അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് അല്ലെങ്കിൽ മോർ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള നേച്ചറിലൊക്കെ പറയുമ്പോഴേക്കും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും, വേരിയിങ് ഫ്രം 0 to infinity ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. ബട്ട് ഇൻ സം കേസസ് എന്താണ്, എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുന്ന കർവിനെയാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്സ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്. അങ്ങനെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ് വരുന്ന 3 ടൈപ്സ് ആണുള്ളത്. നമ്മൾ പഠിച്ച ഡിഗ്രീസിൽ നിന്ന് പെർഫെക്റ്റ് ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക്. ഇത് മൂന്നുമാണ് ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ത്രൂ ഔട്ട് നിൽക്കുന്നത്. അതായത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ത്രൂ ഔട്ട് ദി ഡിമാൻഡ് കർവ്, ഈ ഡിമാൻഡ് കർവ് എത്ര നീട്ടത്തിൽ പോകുന്നുണ്ടോ അത്രയും ലോങ് ആയിട്ട് എന്താണ്, ഇ ഡിയുടെ വാല്യൂ വിൽ ബി 0. വേറെ 0 അല്ലാണ്ട് വേറെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഇവിടെ വരത്തില്ല. ബിക്കോസ് എന്താണ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് കർവ് ആണ്. സോ ഇ ഡിസ് വാല്യൂ വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 0, കോൺസ്റ്റന്റ് ആയിരിക്കും. ത്രൂ ഔട്ട് ദ ഡിമാൻഡ് കർവ് ഇ ഡി വിൽ ബി 0. അതേപോലെ തന്നെയുള്ളതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. ഇത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഇവിടെയും നമ്മുടെ വാല്യൂ വരുന്നത് എന്താണ്, എപ്പോഴും ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ. അപ്പൊ ഇതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. അത് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ ഇ ഡി ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇ ഡി ഈക്വൽ ടു 0, ഇ ഡി ഈക്വൽ ടു 1. ഇത് മൂന്നുമാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ത്രൂ ഔട്ട് ദ ഡിമാൻഡ് കർവ്, ത്രൂ ഔട്ട് ദി ഡിമാൻഡ് എന്താണ്, ഇത് സെയിം ആയിട്ട് ഡിമാൻഡ് കർവ് ക്യാൻ ബി സച്ച് ദാറ്റ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്. ത്രൂ ഔട്ട് ദി കർവ് എന്താണ്, ആ ഒരു വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവിൽ ഓൾവേസ് ഇറ്റ് വിൽ ബി 0, പെർഫെക്റ്റ് ഇലാസ്റ്റിക്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു ഇൻഫിനിറ്റി, ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് 3 കേസസ് പറയുന്നത്. നൗ നെക്സ്റ്റ് ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇതാണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ്.
ഓക്കെ. അപ്പോൾ ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു കമോഡിറ്റിയുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് പല ഫാക്ടേഴ്സിലാണ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഗുഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമോഡിറ്റിയുടെ നേച്ചർ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതായത് ചില ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ലൈഫിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സ് ആണ്. നമുക്കത് ഒഴിച്ചുകൂടാനായിട്ട് അല്ലെങ്കിൽ മാറ്റി വെക്കാനോ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഗുഡിന്റെ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് വലിയ രീതിയിൽ ചേഞ്ച് ചെയ്യത്തില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൈസ് അല്ലെങ്കിൽ സോൾട്ട്, ഇതൊക്കെ നമ്മൾ പ്രൈസ് കൂടി അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ വാങ്ങത്തില്ല. ബിക്കോസ് ഇതെല്ലാം എസെൻഷ്യൽ ആണ്. അപ്പൊ ഇവൻ ദോ പ്രൈസ് കൂടിയാലും ശരി കുറഞ്ഞാലും ശരി നമ്മളത് വാങ്ങിയിരിക്കും. സോ പ്രൈസ് ചേഞ്ചിനോട് ഈ ഒരു കമോഡിറ്റീസിനൊന്നും അധികം റെസ്പോൺസീവ്നെസ് ഉണ്ടാവത്തില്ല. ബിക്കോസ് ദീസ് ആർ ദി എസെൻഷ്യൽ ഗുഡ്സ് ഫോർ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ പ്രൈസ് കൂടിയെന്നോ കുറഞ്ഞെന്നോ പറഞ്ഞിട്ട് നമ്മൾ അധികം റെസ്പോണ്ട് ചെയ്യത്തില്ല ഇതിനോട്. അപ്പോൾ റെസ്പോൺസ് ടു പ്രൈസ് ചേഞ്ചസ് കുറവായിരിക്കും. അപ്പം അങ്ങനത്തെ ഗുഡിനെ ആയിരിക്കും അങ്ങനത്തെ ഗുഡിന് എന്താണ് അധികം എലാസ്റ്റിസിറ്റി ഇല്ലാത്ത ഗുഡാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എലാസ്റ്റിസിറ്റി വേരി ചെയ്യും. ചില ഗുഡ് എന്ന് പറയുന്നത് എന്താണ് ലക്ഷറി ഗുഡ് ആയിരിക്കും. ലക്ഷറി ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ആ ഗുഡ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഗുഡ് ആകുമ്പോഴേക്കും എന്താണ് ചിലപ്പോൾ നമുക്കൊരു സഡൻ ഒരു ഇൻകം ഇൻക്രീസ് വന്നു അല്ലെങ്കിൽ ഒരു ബോണസ് കിട്ടുമ്പോഴേക്കും നമ്മൾ അങ്ങനത്തെ ലക്ഷറി ഗുഡ്സ് പ്രിഫർ ചെയ്യും. നേരെ മറിച്ച് നമുക്ക് ബോണസ് ഇല്ല അല്ലെങ്കിൽ ആ ഒരു ഇൻകം ഇല്ല എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഗുഡ് അപ്പം തന്നെ അവോയ്ഡ് ചെയ്യും. അപ്പൊ അത് ഹൈലി റെസ്പോൺസീവ് ആണ്. നമ്മുടെ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നീഡിനനുസരിച്ച് ആ ഒരു നേച്ചറോ അല്ലെങ്കിൽ ആ ഒരു അവൈലബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർച്ചേസ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഗുഡ് എന്ന് പറയുന്നത് ലക്ഷറി ഗുഡ് ആണ്. അപ്പൊ ലക്ഷറി ഗുഡിന് എന്താണ് ഹൈലി ഇലാസ്റ്റിക് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം, വാങ്ങാം, അങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്യാം ഡിമാൻഡ്സ്. അപ്പോൾ അതാണ് ടൈപ്സ് ഓഫ് ഗുഡ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഗുഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എലാസ്റ്റിസിറ്റി ചേഞ്ച് ചെയ്യും എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ് ആണെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. വേറെ എസെൻഷ്യൽ അല്ലാത്ത ലക്ഷറി ഗുഡ് ആണെങ്കിൽ എലാസ്റ്റിസിറ്റിയുടെ നേച്ചർ എന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പൊ നേച്ചർ ഓഫ് ഗുഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനന്റ് ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗുഡിന്റെ ഇലാസ്റ്റിസിറ്റി ഡിറ്റർമൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് നേച്ചർ ഓഫ് ദി ഗുഡ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഗുഡ്. ആ ഒരു പെർട്ടിക്കുലർ ഗുഡിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ചിട്ടിരിക്കും elasticity ഡിറ്റർമൈൻ ചെയ്യണത്. The demand for a good is likely to be elastic if close substitutes are easily available. നമുക്ക് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പോൾ ആ ഗുഡ് ഇല്ല എന്നാണെങ്കിൽ നമ്മൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് നമ്മൾ വാങ്ങും. അപ്പോൾ ദ ഡിമാൻഡ് ഫോർ ഗുഡ് ഈസ് ലൈക്ലി ടു ബി എലാസ്റ്റിക്. സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ള ഗുഡ് ആണെങ്കിൽ ഇത് എലാസ്റ്റിക് ഇൻ നേച്ചർ ആണ്. On the other hand, if close substitutes are not available easily, the demand for good is likely to be inelastic. ഇപ്പോൾ ആ ഒരു ഗുഡ് ഇല്ല, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ, അത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. പ്രൈസ് ചേഞ്ചിനോട് അധികം റെസ്പോണ്ട് ചെയ്യില്ല. ഇവൻ ദോ പ്രൈസ് ഹൈ ആണെങ്കിൽ പോലും നമ്മളത് വാങ്ങും. ബിക്കോസ് അതിൻ്റെ അവൈലബിലിറ്റി നമുക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പ്രൈസ് കുറവാണ് അല്ലെങ്കിൽ പ്രൈസ് കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങാണ്ടിരിക്കുക. ബിക്കോസ് ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ അതിന് കിട്ടിയില്ല എന്നിരിക്കും, അല്ലെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നമുക്ക് വേറെ ഗുഡും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടിയാലും ചിലപ്പോൾ നമ്മൾ വാങ്ങിയെന്നിരിക്കും. അപ്പോൾ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണ്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണ്. The next one is proportion of income spent on good. The consumers usually spend ചെയ്യണത് എങ്ങനെയാണ്, യൂഷ്വലി സ്മോൾ പോർഷൻ ഓഫ് ദെയർ ഇൻകം ആണ് certain ഗുഡ്സിൽ സ്പെൻഡ് ചെയ്യണത്, ലൈക്ക് സോൾട്ട്, മാച്ച് എക്സെട്ര. അപ്പൊ അങ്ങനെ ചെറിയ പോർഷൻ ഇൻകത്തിൽ ഒരു ചെറിയ പോർഷൻ മാത്രം സ്പെൻഡ് ചെയ്യണ ഗുഡ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഗുഡിന് എലാസ്റ്റിസിറ്റി ലോ ആയിരിക്കും. അതായത് ഔട്ട് ഓഫ് ദി ഇൻകം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു certain ഇൻകം കിട്ടുന്നുണ്ട് മന്ത്ലി. അപ്പൊ ആ ഒരു ഇൻകത്തിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഈ ഒരു ഗുഡ്സിന്, അതായത് ഇപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഗുഡ്സിന് നമ്മൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അത് എന്താണ് ലെസ് ഇലാസ്റ്റിക് ആണ്. ബിക്കോസ് നമ്മൾ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല, ആ ഗുഡിന് വേണ്ടി നമ്മൾ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ വാങ്ങുന്നത്. ബിക്കോസ് നമുക്കിടെ അത് എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡാണ്. അതുകൊണ്ട് തന്നെ ഈവൻ ദോ നമ്മൾ കുറേ എന്താ പറയുക പ്രൈസ് കൂടി എന്ന് പറഞ്ഞിട്ട് കൂടുതൽ വാങ്ങി വെച്ചിട്ടും കാര്യമില്ലത്, നമുക്ക് എന്തായാലും അത് എസെൻഷ്യൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമ്മൾ റെഗുലർ ആയിട്ടൊരു സർട്ടൻ എമൗണ്ട് കുറച്ചായിട്ട് നമ്മൾ എല്ലാ മന്തും ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഗുഡിന് എലാസ്റ്റിസിറ്റി വിൽ ബി ലോ.
The next one is income of the consumer. Elasticity of elasticity of demand of the good used by the poor will be high. Poor people അല്ലെങ്കിൽ ഇൻകം കുറവായിട്ടുള്ള ആൾക്കാർ അവർക്ക് എന്താ പറയുക elasticity of demand for goods will be high. Poor ആയിട്ടുള്ള ആൾക്കാർ എന്താണ് അവരധികം എന്താ പറയുക ആലോചിക്കത്തില്ല, they will spend more. അപ്പോൾ അവർക്ക് ഇൻകം കിട്ടുന്നതിനനുസരിച്ച് അവർ purchase ചെയ്യും. So elasticity of goods used by poor people will be high. നേരെ മറിച്ച് റിച്ച് പീപ്പിൾ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഹൈ ഇൻകം ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ ഇടയിൽ ആ ഗുഡ്സ് സ്പെൻഡ് ചെയ്യണതിൻ്റെ കാറ്റഗറി കുറവായിരിക്കും. സോ elasticity of goods used by rich will be inelastic. Then time period, അതും ഒരു important factor ആണ്. The elasticity is high for long period when compared with short period. അപ്പം ഇത്രയുമാണ് മെയിൻ ആയിട്ട് ഫാക്ടേഴ്സ് affecting the price elasticity of demand. പ്രൈസ് elasticity affect ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. സോ വിത്ത് ദിസ് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുവാണ്. സോ വൺസ് അഗെയിൻ നിങ്ങൾ റിവൈൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓരോ സെഷൻസും ഒന്നും കൂടി കാണുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പോവുക. ബിക്കോസ് നിങ്ങളുടെ ബേസ് ആണ് ഇക്കണോമിക്സിൻ്റെ ബേസ്, മൈക്രോ ഇക്കണോമിക്സിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. ഫർദർ നമുക്ക് ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഫർദർ തിയറീസും കാര്യങ്ങളും എല്ലാം പറയുന്നത്. സോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി അത് ക്ലിയർ ചെയ്യുക. ഓക്കെ. ആൻഡ് ആസ് യൂഷ്വൽ എപ്പോഴും പറയണത് പോലെ തന്നെ ഗ്രാഫും ഡയഗ്രാംസും എല്ലാം വരച്ച് തന്നെ പഠിക്കുക. നമ്മൾ തന്നെത്താൻ വരയ്ക്കുമ്പോഴാണ് അതിന് ക്ലാരിറ്റി കൂടുതൽ കിട്ടുന്നത്. നമ്മൾ ജസ്റ്റ് നോക്കുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് തോന്നും. ബട്ട് വെനെവർ വി ഡ്രോ എലോൺ, നമ്മൾ നോക്കാണ്ട് നമ്മൾ തന്നെ വരയ്ക്കുമ്പോഴേക്കും നമുക്ക് കൺഫ്യൂഷൻസ് അറൈസ് ചെയ്യും. ഈ കർവ് ഇവിടെയാണോ ടച്ച് ചെയ്യേണ്ടത്, ഈ കർവ് ഇങ്ങോട്ടാണോ, റൈറ്റ് ആണോ, ലെഫ്റ്റ് ആണോ, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആണോ കോൺട്രാക്ഷൻ ആണോ എന്നുള്ള ഡൗട്ടെല്ലാം നമ്മൾ തന്നെ നോക്കാണ്ട് വരയ്ക്കുമ്പോഴാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലായതുപോലെ ഇരിക്കും, പക്ഷെ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് വരയ്ക്കുമ്പോഴേക്കും നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ യൂഷ്വലി എക്സാമിൻ്റെ ടൈമിലായിരിക്കും ഒറ്റയ്ക്ക് വരയ്ക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് കറക്ഷൻസ് വരുത്താൻ പറ്റും. ഓക്കെ. ഓക്കെ, താങ്ക് യു.